ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയാണ് വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കുറേ ആയില്ലേ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. അത് വേറൊന്നും ഉണ്ടല്ലോ കേട്ടോ, നമുക്ക് ലോങ് വീഡിയോ ഇട്ടാൽ അത്ര വ്യൂസ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എല്ലാവർക്കും എത്തില്ലല്ലോ. ഷോർട്സ് ആകുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും എത്തും. അപ്പോൾ ലോങ് വീഡിയോ ഇടുന്നേക്കാൾ നല്ലത് ഷോർട്സ് ആണെന്ന് തോന്നിയോണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. അതും ഒരു അടിപൊളി കിടുക്കാച്ചി ബീഫ് ബിരിയാണി. ഇത് കിടുക്കാച്ചി ബിരിയാണി തന്നെയാണ്, ഞാൻ ഉറപ്പ് തരിക കേട്ടോ. കാരണം ഫസ്റ്റ് ട്രൈ ചെയ്ത ബിരിയാണിയാണ്, പക്ഷേ ഇത്രയ്ക്ക് അടിപൊളിയാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അത് കഴിച്ചതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിൽ നിൽക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ തികഞ്ഞില്ല എന്ന് പറയാം കേട്ടോ. വീട്ടിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നേക്കാൾ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി ബീഫ് ബിരിയാണി ഉണ്ടാക്കിയപ്പോഴാണ്. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ബീഫ് ബിരിയാണി റെഡിയാവും. ശരിക്കും ഇതൊരു പരീക്ഷണം തന്നെയായിരുന്നു. ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് പരീക്ഷിച്ച് നോക്കുക തന്നെയായിരുന്നു. ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ഇത്രയും ബീഫ് നമ്മൾ ഉണ്ടാക്കി വെറുതെ വേസ്റ്റ് ആവുകയാണ്. പക്ഷേ വീട്ടിലുള്ളവർ ഭയങ്കര സപ്പോർട്ടായതുകൊണ്ട് പിന്നെ എങ്ങനെയായാലും അവർ കഴിച്ചോളും. ബീഫല്ലേ എന്നാ പറയുക, ബീഫിൻ്റെ ചാറ് കിട്ടിയാൽ മതി പറയുന്ന കുറച്ച് ടീമുണ്ട് വീട്ടിൽ. അപ്പോൾ നമുക്ക് ബീഫൊക്കെ ഒന്ന് നല്ല പോലെ കഴുകിയിട്ട് വെള്ളം വാർക്കാൻ വേണ്ടി വെക്കാം. എന്നിട്ട് അതിക്ക് വേണ്ട സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നൈസായിട്ട് ഉള്ളി കട്ട് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് അത് അച്ഛനെ ഏൽപ്പിച്ചു കേട്ടോ. അച്ഛനാവുമ്പോൾ അത് നല്ല അടിപൊളിയായി കട്ട് ചെയ്ത് തരും. പിന്നെ ഭയങ്കര സന്തോഷത്തിലാട്ടോ ഞാൻ ഈ ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. 1K വരെ അധികം സമയമൊന്നുമില്ല. പെട്ടെന്ന് 1K ആവാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇവിടെ ബിരിയാണിക്കെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതയ്ക്കുക, തക്കാളി മല്ലിയില പുതിന സവാള തൈര്, പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മളെ ബിരിയാണിക്കുള്ള ഏകദേശ പണിയൊക്കെ ഈ കുക്കറിൽ തന്നെ തീർന്ന് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു മണിക്കൂറെങ്കിലും ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. കുറച്ച് മല്ലിയിലും കുറച്ച് സവാളയും അവിടെ മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് അവസാനമായിട്ട് അത് വറുത്ത് കോരി ഇടുകയും ചെയ്യാമല്ലോ. സവാള മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പും പിന്നെ ബീഫ് മസാല അല്ലെ മീറ്റ് മസാലയൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ബീഫ് വേവിക്കാൻ വെക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു 5-6 വിസിൽ വേണ്ടവരും ബീഫ് വേവാൻ വേണ്ടിയിട്ട്, വലിയ കഷ്ണമല്ലേ. ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് വേവിച്ചെടുക്കാം കേട്ടോ. വെള്ളം നല്ല വച്ച് വരുമ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പും പട്ടയും ഗ്രാമ്പും ഏലക്കയും പിന്നെ കുറച്ച് സൺഫ്ലവറും കൂടെ ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ചോറ്റോല വീട്ടിലുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ലായിരിക്കും. ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് വെച്ച സവാള അല്ലേ, അത് കുറച്ചവിടെ മാറ്റി വെച്ചിരുന്നല്ലോ, അത് നമുക്ക് ചേർത്ത് നല്ലോണം വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ എപ്പോഴും ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ വറുത്തിട്ട് എനിക്കിഷ്ടമാണ്. അങ്ങനെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നാറുണ്ട്. ഇപ്പം നമ്മളെ ബീഫ് റൈസൊക്കെ റെഡി ആയിട്ട് ഇനി നമുക്കിതൊന്ന് ദമ്മിടണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നേരത്തെ നമ്മൾ വറുത്ത് കോരി വെച്ച സവാളേൻ്റെ ബാക്കിയുള്ള എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ. അതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ചെറുതായിട്ട്. വെള്ളമൊക്കെ വറ്റി സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ദമ്മിടാം കേട്ടോ. നമ്മളെ വേവിച്ച് വെച്ച ചോറ് ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് കോരിയ സവാളയും മല്ലിച്ചപ്പും പുതിനയും നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ലെയറാക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു ചെറിയ തീയിൽ അടുപ്പത്ത് വെച്ച് ഒരു അരമണിക്കൂർ 20 മിനിറ്റ് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടോ.
കട്ടിയുള്ള സ്മെല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം നേരം ദമ്മിട്ടിട്ട് അവിടെ വെക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. അപ്പോഴേക്കും മക്കളൊക്കെ ധൃതി ഇട്ടിട്ട് പെട്ടെന്ന് പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ ബീഫ് ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഈ ബിരിയാണി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, ടാറ്റാ, ബൈ, സീ യു.